January 24th, shift 1, question number 5. A solution is prepared by dissolving 0.3 gram of a non-volatile non-electrolytic solute A of molar mass 60 grams per mole and 0.9 gram of a non-volatile non-electrolytic solute B of molar mass 180 grams per mole in 100 milliliter water at 27 degrees Celsius. Osmotic pressure of the solution will be. Chapter solutions ആണ്. Topic colligative properties ആണ്. Osmotic pressure. Okay, so നിങ്ങൾ നോക്കിയാടാ. A solution is prepared by dissolving 0.3 gram non-volatile non-electrolyte. So രണ്ട് സൊല്യൂട്ടുകളാണ് ഡിസോൾവ് ചെയ്യുന്നത്. 100 gram വാട്ടർ. അപ്പോൾ മാസ് ഓഫ് ദി സോൾവെന്റ് ഉണ്ട്. WA മാസ് ഓഫ് ദ സോൾവെന്റ് ഉണ്ട് അല്ലേ. 100 milliliter വാട്ടർ വോളിയം ഓഫ് ദ സോൾവെന്റ് ഉണ്ട്. മാസ് ഓഫ് ദ സോൾവെന്റ് അല്ല, വോളിയം ഓഫ് ദ സോൾവെന്റ് ഉണ്ട്. വെള്ളം ആയതുകൊണ്ട് ഡെൻസിറ്റി 1 ആയതുകൊണ്ട് 100 milliliter വോളിയം ആണെന്ന് പറഞ്ഞാൽ 100 gram ആണ് അതിന്റെ മാസം നമുക്ക് മനസ്സിലാവും. റെഡി. രണ്ട് സൊല്യൂട്ടുകളുണ്ട്. രണ്ട് സൊല്യൂട്ടുകളുടെയും ഗിവൺ മാസ് ഉണ്ട്. അപ്പൊ ഞാനിതിനെ W1 എന്നും അവന്റെ മോളാർ മാസിനെ M1 എന്നും എടുക്കുകയാണ്. ഓക്കെ, രണ്ടാമത്തവന്റെ ഗിവൺ മാസിനെ W2 എന്നും അവന്റെ മോളാർ മാസിനെ M2 എന്നും എടുക്കുകയാണ്. ടെമ്പറേച്ചർ ഈസ് ആൾസോ ഗിവൺ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 300 കെൽവിൻ എന്ന് കിട്ടും. ഓസ്മോട്ടിക് പ്രഷർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ പൈ ഈസ് ഈക്വൽ ടു NRT/V ആണ്. രണ്ട് സൊല്യൂട്ട് ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് സൊല്യൂട്ടുകളുടെയും നമ്പർ ഓഫ് മോൾസിന്റെ സമ്മ് നമുക്ക് വേണ്ടി വരും. അപ്പൊ N1 + N2 ഒരു സൊല്യൂട്ട് അല്ലല്ലോ, രണ്ട് സൊല്യൂട്ട് അല്ലേ. N1 + N2 RT/V എന്ന് വേണ്ടി വരും. വോളിയം മസ്റ്റ് ബി ടേക്കൺ ഇൻ ലിറ്റർ. സോ ദിസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ടോ? ഇല്ല. പകരം രണ്ട് സൊല്യൂട്ടുകളുടെയും ഗിവൺ മാസ് ആൻഡ് മോളാർ മാസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? N1 പകരം ഗിവൺ മാസ് ബൈ മോളാർ മാസ് പ്ലസ് N2 പകരം ഗിവൺ മാസ് ബൈ മോളാർ മാസ് എടുക്കാം. റെഡി. RT/ വോളിയം ഇൻ ലിറ്റർ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W1 is 0.3 by M1 is 60 plus W2 is 0.9 by M2 is 180. റെഡി അല്ലേ? into R 0.082 into 300. Temperature is 300. into 300 അല്ലേ? RT divided by വോളിയം ഇൻ ലിറ്റർ. വോളിയം 100 milliliter അല്ലേ? 100 milliliter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 into 10⁻³ ലിറ്റർ. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.3യും 60യും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 200 വരും. 0.9ഉം 180യും ക്യാൻസൽ ആയാലും 200 വരും. റെഡി ആണല്ലോ? 300ഉം 100ഉം അല്ലേ, സീറോകൾ ക്യാൻസൽ ആയി പോകും. ഇനി എന്താ ബാക്കിയുള്ളത്? 1/200 പ്ലസ് 1/200 റെഡി ഇൻറ്റു 0.082 ഇൻറ്റു 3 ഇൻറ്റു 10⁻³ കാരണം 10⁻³ മുകളിലേക്ക് പോകുമ്പോൾ 10⁻³ ആയിട്ട് മാറും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 2/200 ഇൻറ്റു 0.082 ഇൻറ്റു 3 ഇൻറ്റു 1000 ഇൻറ്റു 1000 അല്ലെ. 10⁻³ എന്ന് പറഞ്ഞാൽ 1000 ആണല്ലോ. സീറോകൾ ക്യാൻസൽ ആയി പോകുന്നു. അപ്പൊ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകുന്നു. അപ്പൊ ഇനി ആകെ എന്താ ബാക്കിയുള്ളത്? 0.082 ഇൻറ്റു 3 ഇൻറ്റു 10 എത്ര വരുന്ന അറിയാവോ നിങ്ങൾക്ക്? ഫൈനൽ ആൻസർ ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2.46 എന്ന് വരും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0.246 ഇൻറ്റു 10 എന്നാണ് വരിക. ദാറ്റ് ഈസ് 2.46 എന്ന ആൻസർ കിട്ടും. അറ്റ്മോസ്ഫിയർ. സോ ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു.